നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും ഏറ്റവും പേടിയുള്ള ജീവികൾ ഏതാണെന്ന് ചോദിച്ചാൽ അതിലൊന്ന് പാമ്പുകളായിരിക്കും. പ്രത്യേകിച്ച് പെരുമ്പാമ്പുകളുടെ പേര് കേട്ടാൽ തന്നെ നമ്മൾ മാറി നിൽക്കും. എന്നാൽ ഈ പെരുമ്പാമ്പുകളെ കോഴികളെപ്പോലെ ആടുകളെപ്പോലെയും വളർത്തി കോടികൾ സമ്പാദിക്കുന്ന രാജ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെ, ചൈന പോലുള്ള വിദേശ രാജ്യങ്ങളിൽ പെരുമ്പാമ്പുകളെ മാത്രം വളർത്തുന്ന വലിയ ഫാമുകളുണ്ട്. പാമ്പുകളെ വളർത്തി എങ്ങനെയാണ് അവർ കോടീശ്വരന്മാരാകുന്നത് എന്ന് നമുക്ക് നോക്കാം. ലോകത്താകെ 40-ലധികം ഇനം പെരുമ്പാമ്പുകൾ ഉണ്ടെന്നാണ് കണക്ക്. എന്നാൽ ഇതിൽ ഇറച്ചിക്കും തോലിനും വേണ്ടി പ്രധാനമായി വളർത്തുന്നത് ബർമീസ് പാമ്പുകളെയും റെറ്റിക്കുലേറ്റഡ് പെരുമ്പാമ്പുകളെയുമാണ്. ചൈന, വിയറ്റ്നാം, തായ്ലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇത്തരം ഫാമുകൾ കൂടുതലായും ഉള്ളത്. ഇതിൽ ചൈനയാണ് ഏറ്റവും മുന്നിൽ. ചൈനയുടെ തെക്കൻ ഭാഗങ്ങളിൽ ഇത്തരം ആയിരക്കണക്കിന് വളർത്തൽ കേന്ദ്രങ്ങളാണുള്ളത്. ഇത്രയും അപകടകാരികളായ പാമ്പുകളെ വളർത്താൻ എന്താണ് കാരണമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇവയുടെ ഇറച്ചിയും കൊഴുപ്പും ഭക്ഷണത്തിനും മരുന്നുകൾക്കും ഉപയോഗിക്കാറുണ്ടെങ്കിലും ഏറ്റവും വിലപിടിപ്പുള്ളത് ഇവയുടെ തോലാണ്. പെരുമ്പാമ്പുകളുടെ തോലിൻ്റെ മൃദുത്വവും അതിലെ മനോഹരമായ വരകളും കാരണം ഫാഷൻ ലോകത്ത് ഇതിന് വലിയ വിലയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര ബ്രാൻഡുകൾ നിർമ്മിക്കുന്ന ബാഗുകൾക്കും ചെരുപ്പുകൾക്കും പിന്നിൽ ഈ പാമ്പിൻ്റെ തോലാണ് ഉള്ളത് എന്ന് നിങ്ങൾക്കറിയുമോ? ഒരു പെരുമ്പാമ്പിൻ്റെ ജീവിതം തുടങ്ങുന്നത് മുട്ടകളിൽ നിന്നാണ്. ഒരു പെൺ പാമ്പ് ഒരു തവണ 20 മുതൽ 100 മുട്ടകൾ വരെ ഇടാറുണ്ട്. മുട്ടയിട്ട് കഴിഞ്ഞാൽ കർഷകർ വളരെ ശ്രദ്ധയോടെ ഇവ മാറ്റിവെക്കും. കൃത്യമായ ചൂടും ഈർപ്പവും നൽകി പ്രത്യേക പെട്ടികളിലാണ് ഇവ സൂക്ഷിക്കുന്നത്. ഏകദേശം 50 മുതൽ 70 ദിവസങ്ങൾക്കുള്ളിൽ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരും. ആദ്യത്തെ കുറച്ച് ദിവസം ഇവയൊന്നും കഴിക്കാറില്ല. പിന്നീട് 5-6 ദിവസം കൂടുമ്പോൾ ചെറിയ എലികളെയോ കോഴിക്കുഞ്ഞുങ്ങളെയോ തീറ്റയായി നൽകും. 1.5 മുതൽ 3 വർഷത്തിനുള്ളിൽ ഇവ നല്ല വലുപ്പത്തിലെത്തുന്നു. നല്ല വളർച്ചയെത്തുമ്പോൾ ഇവയ്ക്ക് 8 മുതൽ 12 അടി വരെ നീളവും വലിയ ഭാരവും ഉണ്ടാകും. ഈ സമയത്താണ് ഇവയെ വിളവെടുക്കുന്നത്. അപകടങ്ങൾ ഒഴിവാക്കാൻ ആദ്യം ഇവയെ മയക്കുന്നു. അതിനുശേഷം വളരെ കൃത്യതയോടെയും ശ്രദ്ധയോടെയും പാമ്പിൻ്റെ ശരീരത്തിൽ നിന്നും തോൽ ഉരിഞ്ഞെടുക്കുന്നു. ഒരു ചെറിയ പോറൽ പോലും വീഴാതെ വേണം ഇത് ചെയ്യാൻ. കാരണം തോലിന് കേടുപാട് സംഭവിച്ചാൽ വലിയ വിലക്കുറവ് വരും. ഇതിൻ്റെ ഇറച്ചിക്ക് വിപണിയിൽ നല്ല വിലയുണ്ട്. കോഴി ഇറച്ചിയുടെയും മീനിൻ്റെയും ഇടയിലുള്ള ഒരു രുചിയാണ് ഇതിനെന്നാണ് കഴിച്ചവർ പറയുന്നത്. ഉരിഞ്ഞെടുക്കുന്ന തോൽ കേടുകൂടാതെ ഇരിക്കാൻ ആദ്യം ഉപ്പിലിട്ട് വെക്കും. പിന്നീട് ഇതിൻ്റെ ബലവും തിളക്കവും കൂട്ടാൻ പ്രത്യേക എണ്ണകളും ചായങ്ങളും ചേർത്ത് തിളക്കിയെടുക്കും. ഗുണനിലവാരം അനുസരിച്ച് ഇതിൻ്റെ 1 സ്ക്വയർ മീറ്ററിന് 45,000 ഇന്ത്യൻ രൂപ വരെ വില ലഭിക്കാറുണ്ട്. പിന്നീട് ഇവ ഇറ്റലി, ഫ്രാൻസ്, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ബിസിനസ്സുകൾക്ക് അനുവാദം ലഭിച്ചാൽ നിങ്ങൾ ഇത് ചെയ്യാൻ തയ്യാറാകുമോ?